അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഇപ്പൊ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ കൂടെ ആര് കൂടി? അബ്ദുറഹ്മാൻ സൽഫി കൂടി എന്നൊക്കെ പറയണം. പക്ഷേ പറയുമ്പോഴും നമ്മളൊക്കെ ഒന്ന് അങ്ങനെ കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണില്ല. സുഹൃത്തുക്കളെ, ഇവിടെ വിഷയം വളരെ ക്ലിയർ ആണ്. വിഷയം ക്ലിയർ ആണ്. ആരെ തൗഹീദാ പറഞ്ഞത്? ശിർക്ക് ആരോപിച്ചപ്പോ അങ്ങോട്ട് പോയി. ഇനി ഇതിന്റെ പ്രശ്നം എന്താ? അന്നെന്താ മറുപടി പറഞ്ഞേ? നെല്ലിക്കുത്ത് അടക്കമുള്ളവർ ഈ വിഷയം എടുത്തിട്ടപ്പോ നമ്മളെന്താ മറുപടി പറഞ്ഞേ? നമ്മൾ അനസ് മൗലവി പറഞ്ഞ പഴയ മറുപടിയിലാണ്. പഴയ മുജാഹിദ് പ്രസ്ഥാനം ആരെടുത്ത? കാരണവന്മാരെ, പ്രിയപ്പെട്ടവരെ, പുളിക്കലിന്റെ ചരിത്രം അറിയുന്നവരെ, കെ.എം. മൗലവി പഠിപ്പിച്ച തൗഹീദ്, സയ്യിദ് മൗലവി പഠിപ്പിച്ച തൗഹീദ്, ഉമർ മൗലവി പഠിപ്പിച്ച തൗഹീദ് എന്ന് ഇടക്കിടക്ക് പുട്ടിന് തേങ്ങ ഇട്ടതുപോലെ പറഞ്ഞ് നിങ്ങളെ വികാരം കൊള്ളിക്കുന്നവർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ തൗഹീദ് പഠിപ്പിച്ചിട്ട് ശേഷം ഉമർ മൗലവി, സയ്യിദ് മൗലവി, രണ്ടത്താണി, സയ്യിദ് മൗലവി, കെ.എം. മൗലവി എന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കിയതുകൊണ്ട് കാര്യമല്ല. ബഹുമാന്യനായ അനസ് മൗലവി അതിന് പണ്ട് കൊടുത്ത ഉത്തരം നെല്ലിക്കുത്തിനും അതേപോലെ തന്നെ അലി മൗലവിക്കും അടങ്ങുന്ന എല്ലാവർക്കും, എല്ലാ വിഭാഗത്തിനും കൊടുത്ത ഉത്തരമാണ് ഞങ്ങളുടെ ഇന്നത്തെയും ഉത്തരം. പഴയ മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ കാണുക. ഒയ്ബിയായതിനൊക്കെ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഒയ്ബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഒയ്ബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. ഭൗതികമാണ്, ഒക്കെ ഭൗതിക. പിന്നെ എങ്ങനെ ഒരു നിമിഷം അഭൗതികമായത്? അത് യൂണിറ്റലേഷൻ കഴിഞ്ഞപ്പോ മണ്ഡലേഷന്റെ അടുത്തേക്ക് എത്തിയപ്പോ സംഗതി മനസ്സിലായി പോകുന്നു. അപ്പൊ ഇറക്കി. നിങ്ങൾ ശരിക്കും എടുത്തോളി. അതുവരെ റുഖിയ ശറഈയായിരുന്നു വിഷയം, പുളിക്കൽ അടിച്ചിറക്കലും ബാക്കിയും. അതേപോലെ ചൂടിലല്ലോ സുബൈർ ഡോക്ടർ പണ്ട് വർണ്ണിച്ചതും മടൂരി ഭാഗം പണ്ട് ഛർദ്ദിച്ചതും ഒക്കെ അതേപോലെ എടുത്തിട്ടാണ് അടിച്ചത്. പക്ഷെ അതിൽ കയറിയിട്ട് നമ്മളെ പ്രഭാഷകന്മാർ സംഘടനാ വേദിന്ന് കുറച്ച് കൂട്ടര്, അല്ലാത്തവരല്ലാത്ത നിലക്കും സംഘടനാ വേദിയിലും കയറി നിന്നിട്ട് മടൂരി ഭാഗത്തിന്റെ പുറത്ത് നിന്നിട്ട് നല്ല തല്ല് കിട്ടിച്ച ആൾക്കാർക്ക് അല്ലെ, എല്ലാവർക്കും ഓർമ്മ ഉണ്ട്. നല്ല രസമുള്ള രംഗം, ഒന്നും പറയാൻ വയ്യ. കെ.എം. മൗലവിന്റെ ഫത്വ ചികിത്സനെ കുറിച്ചുള്ളതാണ് വായിച്ച്. കെ.എം. മൗലവി ഒന്നാം പ്രസിഡന്റ് പറയുന്നു റുഖിയ ശറഈ ഉണ്ട്, ചികിത്സ എന്നെ പ്രയോഗിച്ചത്, ട്രീറ്റ്മെന്റ് ചികിത്സ എന്ന് തന്നെയാണ് പ്രയോഗിച്ചത്. അത് യുവത പ്രസിദ്ധീകരിച്ചതാണ്. മറുപടി ആർക്കാ? യുവതക്ക്. കൊള്ളണതാർക്കാ? അബ്ദുറഹ്മാൻ സൽഫിന്റെ നെഞ്ചത്തേക്ക്. അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോ അവസാനാണ് എല്ലാം കഴിഞ്ഞ് കുടുങ്ങിയപ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധത്തില് മറ്റേ സാധനം പരീക്ഷിച്ച് വേറൊരു നിർവാഹമില്ലാതെ വന്നപ്പോഴാ നാഗസാക്കിയിലും അല്ലാത്തടത്തൊക്കെ ബോംബിട്ടെ. ഒരു നിർവാഹമില്ലാത്തപ്പോ അപ്പട്ട ബോംബ് കൊണ്ട് പോയതെന്താറിയോ? തൗഹീദ്. തൗഹീദ് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ തൗഹീദിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ മുജാഹിദുകൾ സമ്മതിക്കില്ല. സയ്യിദ് മൗലവിയുടെ പേര് പറഞ്ഞ്, കെ.എം. മൗലവിയുടെ പേര് പറഞ്ഞ്, പുളിക്കലിന്റെ തറവാട്ടിലെ ചരിത്രം പറഞ്ഞ് ഇറ്റ് വീണ രക്തത്തുള്ളികളുടെ ഓർമ്മകൾ അവർക്ക് കൊടുത്ത് ഇതുകൊണ്ട് നിലനിൽക്കാൻ നിങ്ങൾക്ക് പറ്റൂല. എന്താ വിഷയം സുഹൃത്തുക്കളെ? ചെറിയ സമയം കൂടി ഞാൻ എടുക്കണം. ഏതാ? ഇവിടെ ബഹുമാന്യനായ സയ്യിദ് മൗലവിയെ ഉദ്ധരിച്ചല്ലോ. ഇതുപോലെയുള്ള നമ്മുടെ പണ്ഡിതന്മാരെ പലരെയും ഉദ്ധരിച്ചു. ഞാൻ പറയാം. കെ.എം. മൗലവിയുടെ ജീവചരിത്രത്തിന് പി.കെ. മൂസ മൗലവി കൊടുത്ത ആമുഖത്തിൽ ഇങ്ങനെ കാണാം. അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും ആ പ്രവർത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ മാത്രമല്ല ശിർക്ക് വരിക. പഠിച്ചു വെച്ചോ. മമ്പർത്ത് പോയി മമ്പർത്തെ ഖബറിന്റെ മുന്നിൽ നിന്ന് തേടിയാൽ മാത്രമല്ല ശിർക്ക് വരിക. ഒരാൾ വിചാരിക്കാണ് മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കും. ആ വിശ്വാസം തന്നെ ശിർക്ക. കാരണം എന്താണ്? കുഞ്ഞീദ് മദനി എഴുതി, അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കാർക്കും അഭൗതിക കഴിവില്ല. അഭൗതികം എന്ന് പറഞ്ഞ എന്താ? ചില ആളുകൾ പറയും എനിക്ക് മനസ്സിലാണില്ല. മനസ്സിലാകാതിരിക്കാൻ പറ്റൂല, മനസ്സിലായേ പറ്റൂ. കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ളതെന്ന് പറഞ്ഞ എന്താ? ഒരാൾ വിത്ത് വാങ്ങിക്കൊണ്ടുവന്നു, വിത്ത് മണ്ണിലിട്ടു, അഭൗതികല്ല. മണ്ണിലിട്ട വിത്ത് മുളച്ച് പൊങ്ങി വരണം.
അതൊരു ജിന്നിനും പറ്റൂല, ഒരു മലക്കിനും പറ്റൂല, ഒരു ഇൻസിനും പറ്റൂല. റബ്ബിന് മാത്രം പറ്റുന്ന കാര്യ. ആകാശത്ത് മഴമേഘങ്ങളുണ്ട്, മഴ ഇങ്ങനെ വരുന്നു, കാറ്റ് വരുന്നു, പക്ഷെ പെയ്യണില്ല. റബ്ബിന് കഴിയുന്ന കാര്യ. ഒരു ഈത്തപ്പന കുരുവിന്റെ പാടയുടെ അത്ര പോലും ആരും സ്വന്തമാക്കിയിട്ടില്ലാത്ത കഴിവ്. ഈത്തപ്പന തോട്ടം എന്നല്ല, അതിലെ ഒരു ഈത്തപ്പഴം എന്നല്ല, അതിലെ ഒരു ഈത്തപ്പന മരം എന്നല്ല, അതിലെ 10 കുല എന്നല്ല, ആ കുലയിലെ ഒരു പഴമെന്നല്ല, ആ പഴത്തിനൊരു കുരുവെന്നല്ല, ആ കുരുവിന്റെ മുകളിലെ പാടയുടെ അത്ര പോലും സ്വന്തമാക്കാത്ത കഴിവാണ് അഭൗതിക കഴിവ്. അതാണ് ജിന്നിനും മലക്കിനുണ്ട് എന്ന് പറഞ്ഞത്. അതാണ് ജിന്നിനും മലക്കിനുണ്ട് എന്ന് പറഞ്ഞത്. അതോടുകൂടെ എന്ത് ചെയ്തു? അഭൗതിക ഉപദ്രവം അള്ളാഹിന്റെ അടുത്തുനിന്ന് മാത്രം എന്നുള്ളത് പോയി, ജിന്നിന്റെ അടുത്തൊന്നും വരുന്നായി, മലക്കിന്റെ അടുത്തൊന്നും വരുന്നായി. കാരണം എന്താ? സിഹിറുണ്ട് എന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ട് ജിന്നിന്റെ അടുത്തുനിന്ന് വരുന്നാകുന്നു. സിഹിറുണ്ട്, അടൂരി ഭാഗം ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി സിഹിറില്ല എന്ന് ആദ്യം പറഞ്ഞിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചതിന്റെ ശേഷം പറഞ്ഞത്. ഇതിങ്ങനെ പകുതി ഓരോന്ന് ആലോചിച്ചിട്ടൊന്നുമല്ലല്ലോ പറയണേ. നിങ്ങളൊന്ന് കൂടി ആലോചിക്കും ശരിക്ക് അല്ലെ? ഞങ്ങളോടല്ല നിങ്ങൾ പറയണ്ടേ. നിങ്ങൾ പറയുന്ന വൈരുദ്ധ്യമൊക്കെ കൂടെ ഇട്ടാണ്ടല്ലോ ഇവിടെ മുഖാമുഖം നടക്കൂല, അതാ പ്രശ്നം. നിങ്ങൾ പറയുന്ന വൈരുദ്ധ്യങ്ങളുടെ പരമ്പര അല്ലെ? ഒരിക്കൽ പറയാ ജിന്നിനോട് തേടാൻ തന്നെ ജബ്ബാർ മോലേക്ക് വാദമുണ്ട് ജാമ്യന്ന്. ഇവിടുന്ന് ഇങ്ങനെ പോയി തിരുവനന്തപുരത്തെത്തിയപ്പോ ആൺകുട്ടികളെ മുന്നിലെത്തിയപ്പോ എവിടെ എല്ലാം കാണിച്ചു തരുന്നത്. അപ്പൊ പറഞ്ഞു തേടാന്നൊന്നും വാദല്ല, പ്രാർത്ഥിക്കാന്നൊന്നും വാദല്ല. ഇപ്പൊ എന്തേ തിരുവനന്തപുരത്ത് ഒരു ഹുക്കുമും ഇവിടെ വേറെ ഹുക്കുമാ? ആണോ? പെങ്ങളെ പാമ്പ് വേലായുധന്റെ കഥ ഇങ്ങോട്ടെടുക്കണ്ട. പാമ്പ് വേലായുധന്റെ കഥ ഇങ്ങോട്ടെടുക്കേണ്ടത് അവിടെ തന്നെയുള്ളേ. ഇപ്പോൾ അവിടുത്തെ ചില നീർക്കോലികൾക്ക് മൂർഖന്റെ പവർ ഉണ്ട് എന്ന് മാത്രം, അത്രേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് ചില ആളുകൾ കുടുങ്ങുക. നേതൃത്വത്തെ അനുസരിക്കണം എന്ന് പറഞ്ഞ ആയത്തോതി നടന്ന ആളുകൾക്ക് ഇപ്പൊ നേതൃത്വം ഒന്നും വേണ്ട. എന്താ ഈ ആയത്തിന്റെ വാലിഡിറ്റി 6 മാസമുള്ളൂ തന്നെ? 6 മാസത്തെ വാലിഡിറ്റി ആയത്തിനുള്ളൂ. നെസ്ബ് ആയോ? അങ്ങനെയാണെങ്കിൽ മൻസൂഖ് ഉണ്ടെങ്കിൽ നാസിഖ് കാണണം. എവിടെ ഇടുക്കിങ്ങള്? എന്താ നാസിഖ്? നേതൃത്വം തെറ്റല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴേ അനുസരിക്കേണ്ടുള്ളൂ. അതന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ ജാതി ഒന്നും ഇങ്ങോട്ട് എടുക്കേണ്ടതില്ല എന്ന് പറയാം. പിന്നെ ജിന്നിനെ കാണില്ലല്ലോ എന്നടുത്ത് കാണില്ല എന്നുള്ളതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് ശിർക്ക് പിന്നെ ശിർക്കാകോ? അല്ലെങ്കിൽ ശിർക്കിന്റെ നിർവചനത്തിൽ പറഞ്ഞ സംഗതി കാണാത്തത് കൊണ്ട് മാത്രമാകോ? ഇല്ല. സെയ്ദ് മൗലവിന്റെ തൗഹീദ് ഞാൻ വിശദീകരിക്കണില്ല. സെയ്ദ് മൗലവി ആ വിഷയം കൃത്യമായി എഴുതിയിട്ടുണ്ട് തൗഹീദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ. ഇവിടെ ഇതുകൊണ്ടൊക്കെ സംഭവിച്ചത് എന്താ അറിയോ? ഇതുകൊണ്ട് സംഭവിച്ചത് പഴയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് മൊത്തം പോയി. ഇപ്പൊ ശിർക്ക് എത്തിയല്ലോ, ശിർക്കൻ വാദത്തേക്ക് എത്തിയല്ലോ. ശിർക്കൻ വാദക്ക് 2007 ഫെബ്രുവരിന്ന് 2013 ഫെബ്രുവരിയിലേക്ക് എത്തിയപ്പോ ആദർശം മാറിയപ്പോ ശിർക്കാ പോയത്. പുറത്ത് തൗഹീദ്, അകത്ത് ശിർക്ക് കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം സൃഷ്ടിക്കപ്പെട്ടു സുഹൃത്തുക്കളെ. അപ്പൊ എന്ത് ചെയ്തു അറിയോ? തൗഹീദിന്റെ നിർവചനവും മാറി, മൊത്തം മാറുകയാണ്. തൗഹീദാ മാറണേ. വേറെ സംഘടനാപരമായ പ്രശ്നമൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോ 2 മേശപ്പുറത്ത് ഇരുന്നാൽ ഇപ്പൊ TP തീർത്താ തീരും. കാരണം ഇപ്പൊ മനസ്സിലായാണ് ചിലതൊക്കെ. അതുകൊണ്ട് ഇപ്പൊ വേണമെങ്കിൽ അച്ചടക്ക നടപടിയൊക്കെ ചിലതൊക്കെ പിൻവലിക്കാൻ മുപ്പര് റെഡിയാ. 1-2 ആളത് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് മുപ്പര് പലരോടും പറയണേ. ഓലതും റെഡിയാവും. ശരിക്കും മനസ്സിലാക്കി കൊടുത്താൽ ഓലതും മുപ്പര് റെഡിയാവും. മനസ്സിലായോ? അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം ഇപ്പൊ തൗഹീദിന്റെ നിർവചനം മാറുന്നതാണ്. നോക്കൂ നിങ്ങൾ, അനസ് മൗലവി എടത്തനാട്ടുകരയിൽ ഹുസൈൻ സലഫിക്കുള്ള മറുപടിയിൽ തൗഹീദിന്റെ നിർവചനത്തെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്താ? സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യം എന്നത് പുതിയ നിർവചനമാണ് അദ്ദേഹം പറഞ്ഞത്. കേട്ടോളൂ. ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. കേട്ടോ, പ്രാർത്ഥനയാകണമെങ്കിൽ ഹുസൈൻ മൗലവി പറഞ്ഞതുപോലെ അല്ല കാര്യം. മനുഷ്യന്റെ കഴിവ്, നമ്മുടെ കഴിവ് അവസാനിക്കുന്നിടത്തല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത്. നേരെ മറിച്ച് സൃഷ്ടികളുടെ കഴിവ്, സൃഷ്ടി എന്ന് പറയുമ്പോൾ ജിന്നിന്റെ കഴിവ്, മലക്കിന്റെ കഴിവ്, അള്ളക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം, അത് ചോദിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ. പ്രാർത്ഥനയാകണമെങ്കിൽ ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. അപ്പോഴേ പ്രാർത്ഥനയാവുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥനയാവൂല. അപ്പൊ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാവോ? ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാകുമോ? പ്രാർത്ഥനയാവുകയില്ല. മനസ്സിലാക്കണം. ഈ വാദമാണ് ഹുസൈൻ മൗലവി പിന്താങ്ങുന്ന വാദം. സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യം ചോദിച്ചാൽ അതിനാണ് പ്രാർത്ഥന എന്ന് പറയാ എന്ന് പറഞ്ഞപ്പോ അതിനെ അദ്ദേഹം വിമർശിക്കാണ്. എന്നാ ഇതേ വിമർശനം പണ്ട് കൊണ്ടുവന്നതാരാ? 2004 ഈ പുതിയ ആരോപണം നമുക്കെതിരിൽ, 2002 ഈ പുതിയ ആരോപണം ഉന്നയിച്ച മടൂർ വിഭാഗമാണ് ഇത് കൊണ്ടുവന്നത്. അന്ന് ആരാ മറുപടി കൊടുത്ത്? അനസ് മൗലവിയെ മറുപടി കൊടുത്തത്. നിങ്ങൾ കേട്ടോളിയാ മറുപടിയുടെ തുടക്കം. അറിയോ എന്താ പറയുന്നത്? പ്രാർത്ഥനയുടെ നിർവചനം മാറ്റിയെന്ന പുതിയ നിർവചനം ഉണ്ടാക്കിയെന്ന കാര്യമായിട്ട് ഒരു വാദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്.
ആ പ്രസംഗത്തിൽ ഇടക്കിടക്ക് മൂപ്പര് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി. എന്തോ പുതിയത് ഉണ്ടായിന്ന് മറ്റുള്ള കേൾക്കുന്ന കൗമ് സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ കേൾക്കുന്ന കൗമിന് എന്തോ പുതിയത് നമ്മൾ ഉണ്ടാക്കിയെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യമുല്ലാക്ക ഇടക്കിടക്ക് പറയേണ്ടത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി. ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ക്ലിയറായി നിങ്ങൾ കേട്ടോളൂ. ക്ലിയർ ആയി കേട്ടോട്ടെ. എന്നിട്ട് ഞാൻ ആദ്യം നിർവചനം പഠിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി അറിയാത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് അശ്വനിമാർക്കും പഠിപ്പിച്ചു കൊടുക്കണം, ഇവർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതേതായാലും ഇദ്ദേഹം ഇടയ്ക്കെന്ന് പറയുന്നത് നിർവചനം മാറ്റിയ കഥ അതൊന്ന് നിങ്ങൾ ക്ലിയർ ആയി കേട്ടോളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ആ നിർവചനം അന്ന് മാറ്റിയതാണ് എന്ന ആരോപണത്തിന് മറുപടി കൊടുത്തത് ആരാ? അനസ് മൗലവി. എന്നിട്ട് അദ്ദേഹം ഉദ്ധരിക്കണതോ KM മൗലവിയുടെ പുസ്തകം. അതുകൊണ്ട് നിങ്ങൾ കണ്ടോളൂ. അത് നമ്മൾ പിന്നെ കേൾപ്പിക്കുന്നു. മൂലാരി കേൾപ്പിക്കണ്ട, ഞങ്ങൾ കേൾപ്പിച്ചേരാ. എവിടുന്നല്ലേ? ഇത് യുവത ഇറക്കിയ ബുക്ക്, ലേറ്റസ്റ്റ് ബുക്കാണ്. യുവത ഇറക്കിയ ബുക്ക്. യുവത എന്ന് പറഞ്ഞാല് മടവൂരികളുടെ പ്രസിദ്ധീകരണാലയം. ആരുടെ ഫത്വ? KM മൗലവിയുടെ ഫത്വ. ഏത്? KM മൗലവിയുടെ ഫത്വ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ, അദ്ദേഹം കൊടുത്ത ഫത്വ KM മൗലവി. ആ KM മൗലവിയുടെ ഫത്വകൾ ഇതൊന്ന് വായിച്ച് പഠിച്ചൂടെ മദനി? നന്നായിട്ട്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം? ഞങ്ങളൊക്കെ സുന്നിയായിരുന്നു. ആ സുന്നിയായിരുന്ന ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതൊക്കെ വായിച്ച് പഠിച്ച് ആദർശം പഠിച്ചിട്ടാ വാന്ന് പറയാൻ നടക്കണത്. ഈ മദനി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കണുണ്ടല്ലോ. ഒന്ന് വായിച്ചൂടെ ഈ ബുക്ക്? KM മൗലവിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂടെ? ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. മുജാഹിദുകൾ തിരുത്തിയ നിർവചനാണ്, പുതിയ നിർവചനം ഉണ്ടാക്കിയതാണ്. എന്നാ ഇതിന്റെ 136-ാമത്തെ പേജ് കേട്ടോ. KM മൗലവിയുടെ ഫത്വ. അത് KNM പബ്ലിഷ് ചെയ്തല്ല, യുവത പബ്ലിഷ് ചെയ്തത് CP ഉമർ സുല്ലമി. ആ CP ഉമർ സുല്ലമിയാണ് ഇതിന് അദ്ദേഹമാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ അനസ് മൗലവിയാണ് അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണേ. മനസ്സിലായോ? അപ്പൊ എന്തിനാ മൂപ്പര തൗബ? എന്തിനാ തൗബ? എവിടുക്കാ തൗബ? പണ്ട് ഈ പറഞ്ഞ മൊത്തം കാര്യം ഓരോന്ന് തൗഹീദ് ഇങ്ങനെ പൊളിച്ചടുക്കി റെഡിയാക്കി കൊണ്ടുവരാൻ മൂപ്പരിപ്പോ. തൗഹീദ് പൊളിച്ചടുക്കി. എന്താ ആദ്യം പറഞ്ഞല്ലോ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയണേ ആ തലത്തിക്കണം എല്ലാം പോയി. പിന്നെ അവിടുന്ന് വന്ന് തൗഹീദിന്റെ നിർവചനത്തെയാണ് ഇപ്പൊ കൈകാര്യം ചെയ്തത്. അതിന്റെ ദുരന്തം എന്താണ്? നിങ്ങൾക്ക് സംവാദത്തിൽ എണീറ്റ് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചേ. സംവാദത്തിൽ എണീറ്റ് നിൽക്കാൻ ഇപ്പൊ പറ്റും, നാളെ പറ്റും, എന്നും പറ്റും. അതിന്റെ തെളിവാണോ? മംഗലാപുരം സംവാദത്തെ കണ്ടാ മതി. നിങ്ങൾ ഫൈസൽ മുസ്ലിയാരും ജക്കരിയ സുലായും ഒക്കെ പറയണത് കേട്ടാ മതി. മംഗലാപുരം സംവാദത്തിന്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയാൽ മതി എന്നാ പറഞ്ഞത്. ഒരു ചെറിയ ചോദ്യം. എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണ് മംഗലാപുരം സംവാദമെങ്കിൽ ഈ പുളിക്കൽ മാത്രം മതി, വേറെ എവിടെയും വേണ്ട. ഇതിന്റെ ഒരു 100 കോപ്പി എടുത്ത് വിതരണം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇതിന്റെ ഒരു 100 കോപ്പി എടുത്ത് വിതരണം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് സംവാദത്തിൽ എണീറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ രേഖ ഞങ്ങളെടുത്തുണ്ട്. ഏറ്റവും അവസാനിപ്പിച്ചത് മൂവാറ്റുപുഴ സംവാദമല്ലേ? ഹസനിന്റെ ചോദ്യം ക്ലിപ്പ് ചെയ്യാൻ ഇടുന്നില്ല, സമയത്തെ പരിഗണിച്ച്. ഹസനിന്റെ ചോദ്യം എന്താ? ജിന്നും മലക്കൊക്കെ അബൗദികാണല്ലോ. അപ്പൊ അത് അബൗദികമായ പിന്നെ ജിന്നിനോടും മലക്കിനോടും അത് അബൗദികമാണെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ സിഹിറിൽ വർക്ക് ചെയ്യണത് ആരാ? ജിന്നാണ്. അപ്പോ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ എന്താ? അബൗദിക ഉപദ്രവം ഫലിക്കുന്നായി. അപ്പൊ അബൗദിക ഉപദ്രവം ഫലിക്കുന്നായ എന്തായി? അബൗദിക കഴിവ് അള്ളാഹ്ക്ക് മാത്രം എന്നുള്ളത് പൊളിഞ്ഞു. അങ്ങനെ പൊളിഞ്ഞ എന്തായി? അത് ശിർക്കായി. അപ്പോ നിങ്ങൾ ശിർക്കിലാണെന്ന ചോദ്യം. മുപ്പര് മറുപടി എന്താ അറിയോ? പ്രാർത്ഥിച്ചാലേ ശിർക്കാകുള്ളൂ, അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാകൂലാണ്. നിങ്ങളൊന്നും മിണ്ടിയിട്ടില്ലല്ലോ എവിടെയും. കേരളത്തിൽ 100 തവണ ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ട് എന്നിട്ട് മുപ്പര് റുഖിയ ശറിയന്റെ മസലയും കൊണ്ട് വന്നത് അങ്ങോട്ട് വീണ്ടും. മുപ്പര് പഴയ സീഡിയൊക്കെ എടുത്ത് കേൾക്കണം. അനസ് മൗലവി ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് മുപ്പർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് വേണ്ട മാതിരി മുപ്പരെ സൽക്കരിച്ച് വിട്ടതാ ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ വൈക്ക് വന്നിട്ടില്ല. റുഖിയ ശറിയന്റെ മസല ഇട്ടിട്ട് ഇതൊക്കെ എന്താ പറയാ? കാരണന്മാര് മനസ്സിലാക്കണം. നിങ്ങൾ അന്ന് എതിർത്തു തോൽപ്പിച്ച മാട്ടും മാരണവും ഹോമവും ഒക്കെ കൊണ്ടുവരികയാണ് എന്നാണ് പ്രചരിപ്പിക്കണത്. അപ്പൊ എന്താ പറയാ? അതിന് കേൾക്കണോടുകൂടെ പിന്നെ കാരണന്മാർക്കൊന്നും വേറെക്കൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റുമല്ലോ. കുട്ടികളിപ്പോ എന്താ അങ്ങനെ? കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചപ്പോ ചിലപ്പോ ഒച്ച കൂടിയിട്ടൊക്കെ ഉണ്ടാവും. ചില കുട്ടികൾ സംസാരിച്ചപ്പോ അതും കൂടി ആയപ്പോ റെഡിയായി അല്ലേ? വളരെ 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 റെഡിയായി. പിന്നെ ഇപ്പൊ എ പി ഡി പി ഒക്കെ എന്താ പറയാ? എപ്പിനെ വിളിച്ചാണ്ട് സംഗതി ചോദിച്ചാ എ പി എന്താ പറയാ? ഏതില് ഇസ്തിയാനത്ത് ബിൽ ജിന്നുമായി ബന്ധപ്പെട്ട മസലയിൽ എ പി വസീലത്തുനിലെ ശിർക്കാണെന്നും അത് ഹറാമാണെന്നും പറയണോ?
പറയും വേണമെങ്കിൽ നിങ്ങൾ ഇല്ലാന്ന് നിഷേധിക്കുക. ഇല്ലാന്ന് നിഷേധിച്ച വരാനുള്ളതൊക്കെ വരും, വരണ്ട നേരത്ത് വരും. സംഗതി പേക്കൂല, ഞങ്ങൾ നെക്കി പോപ്പിക്കലില്ല. ഒക്കെ എന്റെ നേരാവുമ്പോ മെല്ലെ മെല്ലെ അങ്ങനെ തന്നി നമുക്കാണ് പോകാം. മനസ്സിലായോ? ഏപ്പിന്റെ അടുത്ത് നല്ല കാര്യങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹത്തിന് വിശ്വസ്തനായ ആളാണെങ്കിൽ അദ്ദേഹത്തോട് പറയണ മറുപടി എന്താ? അത് വസീലത്തുനിൽ ശിർക്കാണ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, അതിൽ ഹറാമാകണതും അല്ലാത്തതൊക്കെ ഉണ്ട് എന്ന് ഏപ്പി പറയും. അതുകൊണ്ട് കാരണന്മാര് ചിലപ്പോഴൊക്കെ നിങ്ങൾ സെൽഫിനോടൊന്ന് പറയും എന്നാണ് പലതും മൂപ്പര് പറയല്. കാരണം മൂപ്പർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതാ പലതും. ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ജാമ്യനദിവിൽ ആദ്യത്തെ ഗ്രൂപ്പ് യോഗ MSMന്റെ പേരിലായിരുന്നു. ഞങ്ങളൊരു ഡെലിഗേഷൻ ടീപ്പിന്റെ അടുത്ത് പോയി. ടീപ്പിന്റെ അടുത്ത് ചെന്ന് വിഷയമൊക്കെ അവതരിപ്പിച്ചു. മൊത്തം കേട്ടിട്ട് മൂപ്പര് പറഞ്ഞു, എനിക്കിപ്പോ എന്താ അറിയോ അതിൽ ഇടപെടാൻ പറ്റില്ല, ഞാനൊരു കക്ഷിന്റെ ആളാണ്. എങ്ങനെയുണ്ട്? പ്രസിഡന്റ് പറയേണ്ട വർത്താനാണുള്ളത്. ഞങ്ങൾ പറഞ്ഞു, സാർ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയാണ്, ഞങ്ങൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തമില്ല. മുജാഹിദ് പ്രസ്ഥാനം നാളെ മുതൽ പ്രവർത്തകർ തല്ലാൻ പോവാണ്. അതിന്റെ രാവിലെ 6:30 മണിക്ക് കടലുണ്ടിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തമല്ല, നിങ്ങളെ ഏൽപ്പിക്കാണ്. ഞങ്ങളെ പേരുപയോഗിച്ചിട്ടാണ്, MSMന്റെ പേരുപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് വിശേഷിച്ചു വന്നത്. നാളെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് ഈ കളങ്കത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടാകൂല. അവിടുന്ന് പോപ്പിലാന്നുണ്ടപ്പോ ഏപ്പിന്റെ അടുത്ത് ചെന്നപ്പോ ഏപ്പി പറയാം, നിങ്ങളൊന്ന് സെലഫിനോട് പറയും. ഞാൻ പറഞ്ഞു, സാർ സെലഫി ഇത് പറഞ്ഞിട്ട് കേൾക്കും. താജുദ്ദീൻ പറയണ്ട, ഡോക്ടർ ഷഹീർ പറഞ്ഞോട്ടെ, മൂപ്പരെപ്പോഴൊന്നും അങ്ങനെ പറയല്ലോ. എങ്ങനെയുണ്ട്? അപ്പൊ ഇത് പലപ്പോഴും അവിടെ നടക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ കൃത്യമായിട്ട് പറയണേ, ഇവിടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല അല്ലേ? എന്താ ബസ് സ്റ്റോപ്പൊന്നും റോട്ടൊന്നും വരെ ചെയ്യാവുന്ന കാര്യമാണെന്നാ. പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളി, പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളി കൂട്ടരെ. ബസ്സൊന്നും റോട്ടൊന്നും എല്ലായിടത്തുനിന്നും കാണുന്നിടത്തുനിന്നും ഒക്കെ റുക്കിയാശറി ആയിക്കോട്ടെ. മുപ്പര റുക്കിയാശറി അങ്ങനെ ഹനീഫ് കായിക്കോട്ടെ. എവിടെ റോട്ട് കണ്ട റോട്ടിന്ന്, ബസ് കണ്ട ബസ്സിന്ന്, ലോറി കണ്ട ലോറിന്ന്, JCBയിലാണെങ്കിൽ അവിടെ മൊത്തം റുക്കിയാശറിയാണ്. അങ്ങനെ നിങ്ങൾ അത് മെല്ലെ മുക്കാൻ നോക്കണ്ട. നിങ്ങൾ എഴുതി വെച്ചത്, നിങ്ങൾ കുറിച്ചു വെച്ചത് ഇവിടുന്ന് 200 മീറ്റർ അപ്പുറം മദീനത്തുൽ ഉലൂമിന്റെ എവിടെയോ ലൈബ്രറിയിൽ ഇരുന്ന് ചർച്ച ചെയ്തത്, PNന്റെ സാന്നിധ്യത്തിൽ എഴുതിയത്, റുഖിയ ശറഈ എന്ന പുസ്തകത്തിൽ എഴുതിയത് ഒക്കെ ഉണ്ട്. നിങ്ങളെ കൂടെ നിൽക്കുന്ന 2 ടീമുണ്ട്, പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ആളുകൾ അല്ലെ? അനസ് മൗലവിനോട് പണ്ട് ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ഖതീബ് പ്രസംഗിച്ചപ്പോൾ അതിന് നോട്ടീസും പിന്നെ മറുപടിയും ഒക്കെ വന്നപ്പോ അനസ് മൗലവി അത് കഴിഞ്ഞതിന്റെ ശേഷം ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്ന് ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞത്, അനസേ മതിട്ടോന്റെ സിഹറും ജിന്നൊക്കെ നീ 2 ടീമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ബാക്കവിക്ക് ജിന്നുണ്ടോ? ബാക്കവിക്ക് സിഹറുണ്ടോ? പറയട്ടെ അദ്ദേഹം അതിന്റെ ആയത്തോ ഹദീസും തെളിവൊക്കെ ഉദ്ധരിച്ച് അല്ലെ? മൊത്തത്തിലൊരു രാഷ്ട്രീയം, ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പറയാം, അല്ലെങ്കിൽ പറയാതിരിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതാ പിന്നെ കഷ്ടപ്പെട്ടെടുത്ത തീരുമാനമായതുകൊണ്ട് ആണത് അങ്ങനെ അറിയാതെ പൊങ്ങണേ. മനസ്സിലായോ? ഇരുത്തിയിട്ട് ആ നിലക്കെടുത്തതായതുകൊണ്ട്. രണ്ടാമത്തെ, റുഖിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിന് വിരോധമില്ല. എവിടുന്ന് രണ്ടാമത്തെ വാചകം എവിടുന്ന് പോയത്? നിങ്ങൾ അവതരിപ്പിച്ചപ്പോ എവിടുന്ന് പോയത്? ഇത് നിങ്ങൾ എഴുതിയതല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഹനീഫ് കായക്കൊടിന്റെ കൈപ്പടമാണെന്നാണ്. ഇനി റുഖിയ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ താൻ റുഖിയ ചെയ്യുന്നവരാണെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃകയില്ല. കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. ഞങ്ങളെടുത്ത തീരുമാനങ്ങളിലൊക്കെ ഞങ്ങളുണ്ട്. ഞങ്ങളെടുത്ത ഒരു തീരുമാനത്തിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഹനീഫ് കായക്കൊടിയാണ് ഇതിൽ ഒപ്പിട്ട ഒരാളെ. അപ്പൊ ഒപ്പിട്ടതൊക്കെ അങ്ങനെയാണ് മറന്നാലോ? അങ്ങനെ മറക്കാൻ പറ്റൂലല്ലോ അല്ലേ? അങ്ങനെയാണ് മറക്കാൻ പറ്റൂലല്ലോ. പിന്നെ റുഖിയ അങ്ങനെ റോട്ടൊന്നും ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ എന്തിനാ അനസ് മൗലവി സുബൈർ ഡോക്ടർ അടുത്തേക്ക് വന്നത്? മൂപ്പര് ഡോക്ടർ എന്ന നിലക്ക് ഞാൻ വന്നതാണെന്നാ പറഞ്ഞത്. ശരി, അപ്പൊ മൂപ്പര് പോരുന്ന വഴിക്കുള്ള 100 കണക്കിന് MBBS ഡോക്ടർമാരെ അവഗണിച്ചു അല്ലെ? എന്നിട്ട് ഈ പറയുന്ന MBBS ഡോക്ടർ, അദ്ദേഹത്തിന് MD ഉണ്ടോന്ന് എനിക്കറിയില്ല, ആ ഡോക്ടറെ അടുത്ത് വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി അല്ലേ? അല്ലേ? ഇനി അവിടെ നിൽക്കൂലത്. പാലത്ത് അബ്ദുറഹ്മാൻ മദനി ചെയ്ത റുഖിയ ശർഇയ്യ, അതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അബ്ദുറഹ്മാൻ സൽഫി കടന്നുകൊടുത്ത്, ഒരു ശൈഖിന്റെ ഓഫീസിൽ കടന്നുകൊടുത്ത് തലയിൽ തുപ്പിക്കൊടുത്ത് ചികിത്സിച്ച അറേബ്യൻ ശൈഖുമാരുടെ റുഖിയ ശർഇയ്യ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേരിൽ ഇല്ലാത്തത് കെട്ടിച്ചമക്കുന്നവർക്ക് ചരിത്രത്തിൽ രേഖ ബാക്കി വെച്ചിട്ട് സലഫി പ്രസ്ഥാനത്തെ റബ്ബ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിഷേധിക്കോ അബ്ദുറഹ്മാൻ സൽഫി? വലിയ ആള് മുതൽ താഴോട്ട് ഓരോരുത്തരെടുക്കുക. ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി അദ്ദേഹം നടത്തിയോ? ഞങ്ങൾ അന്ന് തന്നെ ചോദിച്ചത് അതൊക്കെ. ഇതിനൊന്നും ഉത്തരല്ല. മൂപ്പര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പരന്ന വെടിയ, ആ പരന്ന വെടിമേ സംഗതി കഴിച്ചിലാകൂലെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അബ്ദുറഹ്മാൻ മദനി പാലത്ത് സലാം മോങ്ങും
അബ്ദുറഹ്മാൻ സലഫി ഒക്കെ. ഇനി നമ്മൾ കാര്യമായിട്ട് ക്ഷണിച്ചൊന്ന് ജാക്കിർ നായിക്ക് എന്താ പറഞ്ഞേ? ജാക്കിർ നായിക്ക് പറഞ്ഞത് അതിന് സ്പെഷ്യലിസ്റ്റ് വേണം. ഞാനിപ്പോ കമ്പാരിറ്റീവ് റിലീജിയന്റെ ആളാ, എന്റെ അടുത്തതുകൊണ്ട് കാര്യമില്ല എന്നടക്കമുള്ള വിഷയം പറഞ്ഞു. ഹുസൈൻ സലഫി മുജാഹിദുകളെ ഐക്യത്തിലാകണേ എന്ന് പറഞ്ഞു നിർത്തിയതോടുകൂടെ ആയിരക്കണക്കിന് മുജാഹിദുകൾ അറിയാതെ അവരുടെ തൊണ്ടയിൽ നിന്ന്, അവരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു അക്ബർ വന്നു. സ്റ്റേജിന്റെ ബാക്ക് സീറ്റിൽ ഇരുന്ന് ഒരാൾ ഇതിന്റെ ദുരന്തം മണത്തു. കാരണം എന്താ അറിയോ? വാപ്പി മോനും തല്ലാണ്, ജേട്ടനും അനിയനും തല്ലാണ്, പള്ളിയിൽ കലാപക്കൊടി പുറപ്പെട്ടിരിക്കുകയാണ്. അത് വേണ്ട മുജാഹിദുകളെ, നമുക്ക് ഐക്യത്തിലാകാം എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞപ്പോഴേക്ക് ബിസ്മി അബ്ദുൽ സലാത്തും വരെ മറന്ന് മറുപടി പറഞ്ഞ ആളെ കണ്ടിട്ടില്ലല്ലോ. മറുപടി ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല അല്ലേ? സംഗതി എന്താന്ന് വെച്ചാൽ പിന്നെ ഒരു അറബി കോളേജ് അധ്യാപകനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടോ അല്ലേ എന്നുള്ളൊരു ചർച്ച അവിടെ ഉണ്ട്. അപ്പോ അതുവരെ ഇല്ലാത്ത ഒരാളോട് നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കണമെന്ന് നിർബന്ധിക്കുന്നത് വലിയ കുറ്റാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. അതിൽ സംശയമൊന്നുമില്ല, അത് മനുഷ്യാവകാശ ലംഘനാണ്, അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമല്ല. അതേ സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, മലയാളത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു, ആ സമ്മേളനത്തിന്റെ നന്ദിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഇല്ലല്ലോ. ഞാൻ ഇന്ത്യ അപ്പുറത്ത് ചങ്ങരംകുളത്തെ മുഖ്യാതിഥി മുഹമ്മദ് ഹമൂദ് നജ്ദി, സലഫിനെ കുവൈത്തിലിട്ട് വട്ടം കറക്കിയ ഷെയ്ഖ് അല്ലെ, ലോകപ്രസിദ്ധനായ പണ്ഡിതൻ, അദ്ദേഹം നമ്മളെ ആ സമ്മേളനത്തിലെ മുഖ്യാതിഥിയാണ്. മൂപ്പരൂദിന്റെ ആള്. വേറൊരു മുഖ്യാതിഥി ഡോക്ടർ ബിലാൽ ഫിലിപ്സ്, മൂപ്പര തിസീസ് തന്നെ ജിന്നും സിഹറും അല്ലെ, ജിന്നിനെ കുറിച്ചാണ് മൂപ്പർ ഡോക്ടറായത്. MBBS ഡോക്ടർ അല്ല. കുട്ടിനെയും കൊണ്ട് എനിക്ക് പനിയുണ്ട്, ചീരാപ്പുണ്ടായിരുന്ന ചെന്നാ മരുന്നിട്ടൂല. അപ്പോ ഈ ജാതി കാര്യങ്ങളൊക്കെ നിലനിർത്തി നിങ്ങൾക്ക് റുഖിയ ശർഇയ്യ അങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ സാധ്യമല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാണ്. പിന്നെ ഈ വിഷയത്തിൽ നിങ്ങൾ എവിടെയാണ്? അതുകൂടി പറഞ്ഞ് നിർത്തുക. ഈ വിഷയത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു? അബ്ദുറഹ്മാൻ സൽഫി ഒരിക്കൽ പറഞ്ഞത് റുഖിയ ശർഇയ്യ നടത്തുമ്പോ കൂടിയാ പറയാൻ പറ്റുക ഉഖ്റുജ് അദുവല്ലാഹ്. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നതിനെ പറ്റിയാണ് മൂപ്പര് പറഞ്ഞേ. ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, അത് അത്ര വ്യാപകമായിട്ട് ചെയ്യണം. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും കിട്ടണോടത്തൊക്കെ വേണം ഞാൻ ഇഫ്കായി കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതെങ്ങനെ മൂപ്പര് ഉദ്ദേശിച്ച് നിങ്ങൾ പറയാം? കാരണം മൂപ്പര് ഇതിൽ ഒപ്പിട്ട ആളാണ്, മൂപ്പര് റുഖിയ ശർഇയ്യയുടെ പുസ്തകം എഴുതിയ ആളാണ്. മൂപ്പര് റുഖിയ ശർഇയ്യ അല്ല എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ, അയാളെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ചില കുട്ടികളെ മൂപ്പര് റുഖിയ ശർഇയ്യ നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. മൂപ്പര് പറയുന്നത് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും റുഖിയ ശർഇയ്യ മൊത്തത്തിൽ അത് വേണമെന്നുള്ള ആവശ്യമാണ് മൂപ്പർക്കുള്ളത്. അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാ. ബസ് സ്റ്റോപ്പിലും അങ്ങനെയൊക്കെ പറ്റുമെന്ന് പഠിച്ചതിന്റെ ശേഷം മാത്രമേ നമ്മൾ പിന്നെ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് ഉഖ്റുജ് അദുവല്ലാഹ് കൂടിയേ പറയാൻ പറ്റുള്ളൂ എന്നാണ് അബ്ദുറഹ്മാൻ സൽഫി ആദ്യം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഈ ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ്, അശ്രദ്ധരാണവർ. അതുകൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കുന്നു, ഫഅൻസഹുഹും ഇൻ ഇസ്തമറു ഫീ മിഹ്നതിഹിം അല്ലാ യസീദു ഫീ മുഖാതബതിഹിം അലാ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്റുജ് അദുവല്ലാഹ് مذكرا لهم بقوله تعالى فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم والله المستعان ولا حول ولا قوه الا بالله. അവർ ചെയ്യാണെങ്കിൽ ഈ ഒരു വാക്ക് മാത്രമേ അവർ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. അത് നബിന്റെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ് ആ സംഭവങ്ങൾ എന്ന് ഇബ്നു അബീ ശൈബ പറഞ്ഞതും അതേപോലെ തന്നെ അൽബാനി തന്നെ നേരത്തെ ഉദ്ധരിച്ചതും ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. നബി പറഞ്ഞതിനെ മുഴുവൻ അയാൾക്ക് പറയാൻ പാടില്ല. വഅന റസൂലുള്ളാഹ് കൂടി നബി പറഞ്ഞല്ലോ, ഇയാൾ റസൂലല്ല. അപ്പൊ പറയുകയാണെങ്കിൽ ഉഖ്റുജ് അദുവല്ലാഹ് എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് മസ്മുക ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് വേറൊരു രൂപത്തിൽ, ഉദ്ധരിച്ചിട്ടില്ല. ഇരിക്കട്ടെ. അപ്പോ ഇത് പറയുമ്പോ എന്താന്ന് വെച്ചാൽ ശിർക്കാരോപണം ലക്ഷ്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാണ്. അപ്പൊ ഇത് വന്നപ്പോ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി, അല്ല സർ ഉഖ്റുജ് അദുവല്ലാഹ് എന്ന് ജിന്നിനോട് പറഞ്ഞാലും ശിർക്കാവൂലേ? ഉഖ്റുജ് അദുവല്ലാഹ് എന്ന് ജിന്നിനോട് പറഞ്ഞാലും എന്താ അത് ശിർക്കാവൂലേ? എന്തു പറഞ്ഞാലും ശിർക്കാണല്ലോ അല്ലേ? അപ്പോ നല്ല പ്ലേറ്റ് മാറ്റി, അതും പറയാൻ പറ്റൂല. ഇവിടെ ഒരു കാര്യം, ഉഖ്റുജ് യാ അദുവല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ മാത്രമേ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുള്ളൂ. കാരണം അത് പറയണമെങ്കിൽ അദുവുള്ളയാണ് ഇവിടെ ഉള്ളതെന്ന് ഉറപ്പുണ്ടാവണം. ആ ഉറപ്പ് റസൂലുള്ളക്കല്ലാതെ മറ്റൊരാൾക്കുമില്ല. അതിനാലാണ് അത് റസൂലുള്ളക്ക് മാത്രം ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ റസൂലുള്ളയാണ് അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് വേറൊരു ചോദ്യത്തിലും അതുണ്ട്. അപ്പോ അനസ് മൗലവി അന്ന് പോയെന്ന് സുബൈർ ഡോക്ടർ
നബിക്കല്ലേ തിരിയുള്ളൂ. പക്ഷെ അബ്ദുറഹ്മാൻ സലഫി കടന്നെടുത്തപ്പോ തുപ്പിക്കൊടുത്താള് നബിയാ. ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി ചികിത്സിച്ച ആളാ. പുറപ്പെടു അല്ലെ, പുറത്തു പോകുന്ന മുമ്പ് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടിങ്. ഞാൻ കണ്ടിട്ടില്ല, കണ്ട ആളുകൾ വിശ്വസ്തർ ഉപരി നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഉപർക്ക് വഹി കിട്ടിയതാ അല്ലേ. അപ്പൊ അത് മസലയാണ്. ഈ വിഷയത്തിൽ വന്ന നല്ല ബുക്സ് ഉണ്ട്, നിങ്ങൾ വായിക്കണം. നമ്മള് പഠിക്കാതെ ഒരിക്കലും സുഹൃത്തുക്കളെ കാര്യങ്ങളെ തള്ളിക്കളയരുത്. അപ്പൊ ഇതിലിപ്പോ അബ്ദുറഹ്മാൻ സലഫിന്റെ നിലപാട് എവിടെ? ഇതൊന്നുമില്ലല്ലോ കേവിക്ക് ഉണ്ടോ, ബാക്കവിക്ക്. അപ്പോ വേലായുധന്റെ പാമ്പും കൂടെ ഏതാണെന്ന് വേണ്ടി വന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ തെളിയിക്കാം. അൻസുമോലെ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത്. കുറ്റ്യാടിയിൽ നിന്ന് വണ്ടി ഇനിയും പുളിക്കലേക്ക് പുറപ്പെടണം എന്ന് തന്നെയാ പറയാനുള്ളത്. പിന്നെയോ ഭ്രാന്തിനോദി കൊടുക്കാൻ എന്താ തെളിവെന്നാ? ആ തെളിവൊക്കെ അനസുമോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെ തന്നെ റുക്കിയക്ക് വേണ്ടിയിട്ട് ഈ റുക്കിയ നടത്തുന്ന ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള നേർക്കുനേരെ ഒരാൾ കോതി കൊടുക്കലാണ്. സഹാബത്ത് അവരും നമുക്കറിയാം, അതേ ഭ്രാന്ത് ബാധിച്ച, പിശാച് ബാധ മൂലമുള്ള ഭ്രാന്ത് ബാധിച്ച ഒരു സഹാബി, ഒരു വ്യക്തി, ആ വ്യക്തിയെ മന്ത്രിക്കുവാൻ വേണ്ടി ഒരു സഹാബി പോയ സംഭവം നമുക്കറിയാവുന്നതാണ്. ആ സന്ദർഭത്തിൽ നേർക്കുനേരെ സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു. ആ ഭ്രാന്ത് മാറി. ഹദീസുകളിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രൂപത്തിൽ ഒരാൾക്ക് നേർക്കുനേരെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഊതിക്കൊടുക്കുക, ഈ രൂപത്തിൽ ഊതിക്കൊടുക്കാവുന്നതാണ്. ഊതിക്കൊടുക്കാവുന്നതാണ്. നിന്റെയൊക്കെ ഉത്തരങ്ങൾ രണ്ടാളും ചർച്ച ചെയ്ത് പറയും. അനസുമൗലവി ഒന്ന് ഇവിടെ പറയാ, നിങ്ങൾ അപ്പുറത്ത് പറയാ, നിങ്ങൾ അതിന്റെ അപ്പുറത്ത് ഒപ്പിടുക, നിങ്ങൾ അതിന്റെ അപ്പുറത്ത് പുസ്തകം എഴുതുക അല്ലെ, എന്നിട്ടോ അത് കേജേണ്ടതാണെന്ന് പറയാ. ഇതൊക്കെ ആൾക്കാർ അംഗീകരിച്ചു തരിക. അതുണ്ടാവൂല, അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് ഞാൻ സൂചിപ്പിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ മൊത്തത്തിൽ സുഹൃത്തുക്കളെ ഇപ്പൊ ടിപിക്ക് തോന്നുന്ന എന്താ അറിയോ? ഇത് മൊത്തത്തിൽ ടിപിക്ക് പണ്ടേ തോന്നിയാണ് മൂപ്പര് പറയണത്. മൊത്തം ഉണ്ടെങ്കിൽ നമ്മളുണ്ടാകുക, എന്തു വേണമെങ്കിലും നമ്മൾ ചെയ്യാന്നാണ് മടവൂരി ഭാഗത്തോടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം. കേട്ടോ, സേവയും ജിന്ന് ചികിത്സയും അതുപോലെ ജിന്നിനെ സഹായത്തിന് തേടുക എന്ന ശിർക്കൻ വാദവും ഇതെല്ലാം കൂടി കടന്നു വന്ന് അതിൽ സ്വാധീനിക്കപ്പെട്ട ഒരാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇനി ഒരിക്കലും സ്ഥാനമുണ്ടാവുകയില്ല. അവർക്ക് ആ ആദർശത്തെ കൈയൊഴിക്കാതെ തിരിച്ചു വരാൻ സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം, ഈ ആദർശത്തിന്റെ പേരിൽ ഒന്നുമല്ല ഇപ്പോൾ ഇതിനെതിരിലുള്ള ചില കൂട്ടായ്മകൾ വന്നിട്ടുള്ളത്. അവരുടെ മുന്നിൽ ഞാൻ വിനയപൂർവ്വം സംഘടനയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണോ, വ്യക്തിപരമായ എന്തെങ്കിലും എതിർപ്പുകളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നടപടികളോട്, എന്തെങ്കിലും സമീപനങ്ങളോട് നിങ്ങൾക്ക് വിരോധമാണോ, എതിർപ്പുണ്ടായിട്ടുണ്ടോ എങ്കിൽ സംഘടനാ നേതൃത്വം നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭവും ഉപയോഗിക്കുവാനും ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് കൂട്ടായി പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ യാതൊരു സംശയവും വേണ്ട ഈ സംഘടന നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനം ചെയ്യുക. ഒരൊറ്റ കുട്ടി വ്യക്തിപരമായി, സംഘടനാപരമായി, അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സമീപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘടനയാണ്. ആരുടെയും സ്വന്തമല്ല. ആരും ഈ ആദർശത്തെക്കാൾ വലിയ നേതൃത്വമൊന്നും ഇതിനില്ല. സാധാരണക്കാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വാക്ക് തരുന്നു. ഈ നമ്മുടെ ആസ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭങ്ങളിലും എന്തൊരു അഭിപ്രായ ഭിന്നതയാണെങ്കിലും അതൊക്കെ നമുക്ക് മറക്കാവുന്ന, നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതിൽ സംഘടന എത്ര താഴോട്ട് വരണം, എന്ത് വിട്ടുവീഴ്ചക്കൊരുങ്ങണം, ആരധികാരത്തിൽ നിന്ന് പോകണം, ഈ കാര്യങ്ങൾക്കെല്ലാം സംഘടന തയ്യാറാണ് എന്ന് കൂടി ഞാൻ ഇവിടെ പറയട്ടെ. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, എന്തെങ്കിലും സമീപനങ്ങളുള്ള ഉണ്ടായെങ്കിൽ ഇത് ഞാൻ ഒരു വളരെ വിനീതനായ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഇത് നേതൃത്വത്തിലുള്ള പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പറയാണ്, അങ്ങനെയുള്ള ഒരു വിദ്വേഷവുമായി ഈ മുന്നണിയിൽ നിൽക്കരുത്. ഇത് അപകടകരമായ ഒരു കൂട്ടുകെട്ടാണ്. ശിർക്കിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണിത്. വളരെ ഭയാനകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്ന ഒരു കൂട്ടുകെട്ടാണ്. ആ ആദർശമുള്ളവരെ നമുക്ക് നിവൃത്തിയില്ല. ആ ആദർശമുള്ളവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. അതല്ലാത്ത എന്ത് കാരണങ്ങളാണെങ്കിലും സംഘടന അതിനെക്കുറിച്ച് സംസാരിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നമുക്ക് പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കുവാനുമുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഈ സംഘടനയുടെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇനി വരുന്ന വിശദീകരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോ നിങ്ങൾ ചിരിച്ചല്ലോ. നിങ്ങൾ മാത്രല്ല, വേറൊരാളും കൂടി ചിരിച്ചു. കേട്ടോളി. അപ്പോഴാ മടവൂരിന് മരണത്തെക്കുറിച്ച് ഓർമ്മയായത്. മരിക്കണതിന് മുമ്പേ ഒന്നാകണ്ടേ എന്ന് ചന്ദ്രികയിലെ ലേഖനം കേട്ട് ഇത് വായിച്ചിട്ട് കണ്ടില്ലേ മടവൂര് എഴുതിയത്, എനിക്ക് ഉറക്കം വന്നിട്ടില്ല ഇത് വായിച്ചിട്ട്.
എന്നാ ഞങ്ങൾക്കൊക്കെ ചിരിയാവന്ന്. ചിരി വരാതിരിക്കൂലോ മൂപ്പർക്ക്. കാരണം എന്താ അറിയോ, ഇതില് മൂപ്പര് ചിരിച്ച് പിന്നെ കരഞ്ഞ് പിന്നെ വേണ്ടമാതിരി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ആപ്പീസ് പൂട്ടും. മനസ്സിലായോ? മൂപ്പര് അബ്ദുറഹ്മാൻ സലഫി അനസു ഔട്ടാകും. കാരണം മടവൂർ വിഭാഗത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ശരിക്കറിയാം. അല്ലാതെ ഐക്യത്തിലാകണീന്റെ പിന്നെ ആദർശത്തിന്റെ ബേജാറൊന്നും അല്ല ഇവിടെ ഉള്ളത്. ആദർശത്തിന്റെ ബേജാറല്ല ഇവിടെ ഉള്ളത്. ഇപ്പൊ എന്താ 5 അംഗ സമിതി രൂപീകരിച്ചിരിക്കുന്നു. 5 അംഗ സമിതി രൂപീകരിച്ചതോടുകൂടെ തന്നെ ഇനി നിങ്ങള് ഓഹരി വെച്ച് DP പറഞ്ഞമാതിരി പ്രസിഡന്റ് അവിടുന്ന്, സെക്രട്ടറി ഇവിടുന്ന്, വൈസ് പ്രസിഡന്റ് അവിടുന്ന്, ജോയിന്റ് സെക്രട്ടറി ഇവിടുന്ന്, ഒരു യുവജന ഘടകത്തിന്റെ ആൾ അപ്പുറത്ത്, മറ്റേ ആൾ ഇപ്പുറത്ത്, ഇങ്ങനെ ആയാലില്ലെങ്കിലും സംഘത്തെ നിശ്ചയിച്ചതോടെ, അതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതോടെ കാര്യങ്ങൾ ക്ലിയറാണ് അല്ലെ? കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. അപ്പൊ അതിനെ എതിർക്കണവരെ വേണമെങ്കിൽ തെറിയും പറയും, എന്തും പറയും, പച്ചത്തെറി വിളിച്ച് ഇറങ്ങിപ്പോന്നു എന്നാണ് യോഗത്തിൽ പങ്കെടുത്ത ചില ആളുകളുടെ വെളിപ്പെടുത്തൽ. അപ്പൊ അതിനെപ്പറ്റി ഇവിടെ രാജാര് പറഞ്ഞ എന്താ അറിയോ? ഇവര് പറഞ്ഞത് അത് മാധ്യമ സൃഷ്ടിയാണെന്ന്. സംഗതി പത്രസമ്മേളനം നടത്താൻ പറ്റിയ വാക്കാ, മാധ്യമ സൃഷ്ടിയാണ്. പക്ഷെ പച്ചക്ക് അതിന്റെ ഒച്ചണ് കേൾക്കുമ്പോ ആൾക്കാർക്ക് സംഗതി മനസ്സിലാകും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്ത് ഒരാൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നതിന്റെ തെളിവാണിത്. സംഘടനയാണ് പിരിച്ചുവിടുമ്പോൾ, സംഘടനയിൽ നിന്ന് ചില ആളുകളെ പിരിച്ചുവിടുമ്പോൾ എല്ലാം അവസാനിക്കും, പിന്നെ ഒന്നും ഉണ്ടാവുകയില്ല, ഒക്കെ തീരും എന്ന് ചില ആളുകൾ വിചാരിച്ചു. പക്ഷേ ഒന്നും മുടങ്ങിയിട്ടില്ല. 2 ഘടകങ്ങളെ പിരിച്ചുവിട്ടതാണെങ്കിൽ ആ ഘടകങ്ങൾ നടത്തുന്ന പ്രോഗ്രാമുകൾ പൂർവാധികം ശക്തിയിൽ നടന്നു അല്ലെ? മലപ്പുറത്ത് പ്രോഫ്കോൺ തൊട്ട് ഇതാ എത്തി നിൽക്കുന്ന സംരംഭങ്ങൾ വരെ ഏതെടുത്താലും റെഡിയാ. വാപ്പേതിര്, ഉമ്മേതിര്, കുടുംബങ്ങളെതിര് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികൾ അവര് മോറൽ സ്കൂളുകൾ സംഘടിപ്പിച്ചു, അവര് റിലീജിയസ് സ്കൂളുകൾ സംഘടിപ്പിച്ചു, ഒക്കെ ചെയ്തു. എല്ലാ ഘടകങ്ങളും ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇനിയും നമ്മൾ ഇതിലേറെ ശക്തമായി, ഇതിലേറെ ഉജ്ജ്വലമായി, കൂടുതൽ ഉന്നതമായി മുന്നോട്ട് പോകും. പത്രങ്ങളിൽ പല വാർത്തകളും കാണുന്നുണ്ട്. എല്ലാ വാർത്തകളോടും ഞങ്ങൾക്ക് പ്രതികരണമില്ല. പക്ഷെ ഒന്നിനോട് പ്രതികരണമുണ്ട്. സിൻഡിക്കേറ്റിലേക്ക് മെമ്പർ സ്ഥാനം താങ്കൾക്ക് തന്നത് സലഫി മുജാഹിദുകളുടെ എണ്ണം പറഞ്ഞിട്ടാണ് അല്ലേ? മുജാഹിദുകളുടെ പ്രതിനിധി എന്ന നിലക്കാണ് നിങ്ങൾ നിയോഗിച്ചത്. മങ്കടയിലുള്ള അബ്ദുറഹിമാൻ സലഫി എന്ന വ്യക്തി എന്ന നിലക്കല്ല RS പണിക്കർ കയറിയത്. അതുപോലെ ഓരോരുത്തരും കയറിയത് ഏത് മാനദണ്ഡത്തിലാണോ ആ മാനദണ്ഡത്തിലാണ്. മുമ്പൊരു മുജാഹിദ് പണ്ഡിതനും നേതാവും ചെയ്യാത്ത വിധം താങ്കൾ ചെയ്തു. അതെന്താ? കരുവള്ളിയെ പറഞ്ഞു പറ്റിച്ച് കത്ത് വാങ്ങി ഇല്ലേ? ഈ TP നേരിട്ട് നിങ്ങൾക്കത് കിട്ടില്ലെന്ന് വരുന്നൊരു ഘട്ടത്തിൽ ബഹുമാന്യരായ ചില വ്യക്തികളെ വിളിച്ചു, ഒക്കെ ചെയ്ത് സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്ന ആ വാചകത്തിന് പലപ്പോഴും കളങ്കമേൽക്കാവുന്ന നിലയ്ക്ക് പക്ഷേ കളങ്കമേറ്റിട്ടില്ല. കാരണം മുജാഹിദുകളുടെ ആദർശം അതിന്റെ മുമ്പേ അദ്ദേഹം കൈവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വാശി പിടിച്ചവരും കൈവിട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നേടിയെടുത്ത സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ താല്പര്യം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ താങ്കളുടെ പ്രതിനിധികൾ എന്ന് ബഹുജനം വിചാരിക്കുന്ന, താങ്കളുടെ നിറം തിരിച്ചറിയാത്ത ഒരു വിഭാഗം അതിൽ വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പത്രവാർത്തകളോട് ഞങ്ങൾക്ക് പ്രതികരണമുണ്ട്. വേറെ ചില പത്രവാർത്തകൾ നടക്കുന്നുണ്ട്. അത് നിങ്ങളും നിങ്ങളുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ വേണ്ടത് നടന്നോട്ടെ. പക്ഷെ അതിനും നിങ്ങളൊരു ആദർശത്തിന്റെ ചുവ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിലത് പറയേണ്ടി വരും. എന്താ? ജയിലിൽ കിടക്കേണ്ടി വന്നാലും ശിർക്കുണ്ട് എന്ന് സമ്മതിക്കൂലെന്നാ ഏതോ ഒരാള് പറഞ്ഞു എന്ന് പറഞ്ഞു. വളരെ നമ്മുടെ കൂട്ടത്തിലൊരു ലേഖകൻ ഇപ്പൊ ഇവിടുത്തെ വിജിലൻസ് കോടതി പരിശോധിക്കുന്നത് യായിബാദുള്ളയിൽ ശിർക്കുണ്ടോ അല്ലേ എന്നാണല്ലോ. അതുകൊണ്ട് മിക്കവാറും അങ്ങനെ തന്നെയാണ് മൂപ്പർ പറഞ്ഞതിന്റെ ശരി എന്ന് ആരോ പ്രതികരിച്ച തമാശയാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ഊടുവഴികളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ഉജ്ജ്വലമായി, ഉന്നതമായി, ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള ആർജവം നമ്മൾ കാണിക്കുക. ഒരാൾ 10 ആളുടെ പണിയെടുക്കേണ്ട സമയമാണ്. ആ ഒരു ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് മരിക്കുന്ന മുഅ്മിനുകളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ, ഒരു മാലയിൽ ചേർന്ന് നിൽക്കുന്ന മുത്തുകളെ പോലെ തൗഹീദി പ്രബോധന രംഗത്തെ നിലനിൽക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശൈത്താൻ സഫുകളിൽ കയറുന്ന ദുരന്തത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവതരിപ്പിക്കപ്പെട്ട വിഷയവും അതുമായി ബന്ധപ്പെടുന്ന മേഖലകളുമായുള്ള സംശയ നിവാരണത്തിലേക്കാണ് ഇനി ഇൻഷാ അല്ലാഹ് നാം പ്രവേശിക്കുന്നത്. സംക്ഷിപ്തമായ എന്നാൽ ഏതൊരാൾക്കും ബോധ്യമാകാവുന്ന തരത്തിൽ ആനുകാലിക വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയാവതരണം നടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും കഴിഞ്ഞ പല പ്രോഗ്രാമുകളും ശ്രമിച്ചവരും പല മേഖലകളിൽ നിന്നായി കിട്ടിയ പല വിവരങ്ങളുമെല്ലാം മനസ്സിലുണ്ടാകുമ്പോൾ ചോദിക്കേണ്ടുന്ന ധാരാളം ചോദ്യങ്ങൾ ഒരുപക്ഷെ പലർക്കും ഉണ്ടാകാം. ആ ചോദ്യങ്ങൾക്കുള്ള അവസരമാണ് ഇനി ഇൻഷാ അല്ലാഹ് ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെയായി ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം. എപ്പോഴും എല്ലാ മുഖാമുഖത്തും സൂചിപ്പിക്കാറുള്ളത് പോലെ ഞങ്ങൾക്ക് ആർക്കും എല്ലാം അറിയാമെന്ന, എന്ത് ചോദിച്ചാലും പറയാമെന്ന അവകാശവാദമൊന്നുമില്ല. അറിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് അറിയില്ല എന്ന് തുറന്നു പറയാനും യാതൊരു മടിയും ഞങ്ങൾക്കില്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സെഷനിലേക്ക് നാം പ്രവേശിക്കുന്നു. മുമ്പിൽ ഏതാനും കസേരകൾ ചോദ്യകർത്താക്കൾ ഉദ്ദേശിച്ച് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ അത് ഉപയോഗപ്പെടുത്തി വളരെ മാന്യമായി ദീനിയായ സദസ്സാണ്. ആ ഒരു വികാരത്തോടു കൂടി തന്നെ ചോദിക്കാൻ തയ്യാറാവുക. ജയിക്കാനും തോൽപ്പിക്കാനുമുള്ള മനസ്സോടുകൂടി അല്ല ചോദ്യങ്ങൾ വരേണ്ടത്. എല്ലാ മുഖാമുഖത്തിലും പറയാനുള്ളത് പോലെ തോൽപ്പിക്കാൻ ഉദ്ദേശിച്ച വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഞങ്ങൾ തോറ്റു സമ്മതിക്കണം. പിന്നെ ഇനി തോൽപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് തോറ്റു തന്നു എന്ന് സമ്മതിക്കുന്നു. അതല്ല, ദീനിയായ വിഷയം എന്ന നിലയ്ക്ക് ക്ലിയർ ആകേണ്ടുന്ന വല്ലതുമുണ്ടെങ്കിൽ മാന്യമായി ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ആ ഒരു ഏരിയ ബഹുമാനായ അബ്ദുൽ മാലിക് സലഫിയാണ് അതിന്റെ ഒരു നിയന്ത്രണം അദ്ദേഹം കൈകാര്യം ചെയ്യും. ചോദ്യങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആരെങ്കിലും ഒക്കെയായി മാറി മാറി മറുപടി നൽകാമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സമയം വൈകിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് ശരിയാവിധം ഉൾക്കൊള്ളുവാനും അത് പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഉള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തന്റെ ഇടവും ധൈര്യവും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഒന്നാമത്തെ ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം, ചേലാമ്പ്രയിലെ ഹുസൈൻ സലഫിയുടെ പരിപാടിയിൽ അവിടെ വെച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെട്ട ജിന്ന് പിശാജി റുഖിയ ശറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറയുന്ന പുസ്തകം KJയുടെ ബോഡികളിൽ ചർച്ച ചെയ്യപ്പെടുകയും പണ്ഡിതന്മാരോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് പുറത്തിറങ്ങിയിട്ട് അതിൽ അപാകതകൾ ഉണ്ടെന്നും പോരായ്മകൾ ഉണ്ടെന്നും പറയുന്നത് ശരിയാണോ? അതല്ലെങ്കിൽ ആ പുസ്തകം ആര് എഴുതിയതാണ്, ഏത് ബോഡിയിലാണത് ചർച്ച ചെയ്തത് എന്നുള്ളൊരു വിശദീകരണം നൽകണം. പേര് സലീഫ്, സ്ഥലം പന്തിരംഗം. സാധാരണയായി പ്രചരിപ്പിക്കപ്പെടുന്ന ധാരാളം പ്രചാരണങ്ങളിൽ ഒന്നാണ് ഇവിടെ നമ്മുടെ പ്രവർത്തകൻ ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞിട്ടാണ് ജിന്ന് പിശാച് റുഖിയ ശറയ്യ എന്ന ഈ പുസ്തകം ചേലേമ്പ്ര പൈങ്ങോട്ടൂരിൽ സംഘടിപ്പിച്ച ഹുസൈൻ സലഫിയുടെ പ്രോഗ്രാമിൽ വെച്ച് പ്രകാശനം ചെയ്തത്. ഏകദേശം 1.5 വർഷത്തോളം ആയി അത് പ്രകാശനം ചെയ്തിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പുസ്തകം KJയുടെ പേരിൽ പുറത്തിറങ്ങുമ്പോൾ പാലിക്കാറുള്ള സ്റ്റെപ്പുകളിൽ ഒന്നുപോലും പാലിക്കാതെയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഇറങ്ങിയത്. ഒരു വ്യക്തി എഴുതുന്ന പുസ്തകം പോലെയല്ലല്ലോ നമ്മുടെ സംഘടനയുടെ ഔദ്യോഗിക സ്വരമായി, അതും പണ്ഡിത സംഘടനയുടെ പേരിൽ പുറത്തിറങ്ങുമ്പോൾ. ഇങ്ങനെ പുസ്തകം ഇറങ്ങുന്നു എന്ന വിവരം തന്നെ KJയുടെ ഉത്തരവാദപ്പെട്ട മെമ്പർമാര് പോലും അറിയുന്നത് മറ്റു പുറത്തു നിന്നുള്ള പല വഴികളിലൂടെയുമാണ്. ഈ പറയപ്പെടുന്ന അനീഫ് കായ്ക്കുള്ള ഭാഷയിൽ പറഞ്ഞാൽ മൂവർ സംഘം,
അദ്ദേഹം പുളിക്കലും പറഞ്ഞു ഞങ്ങൾ മൂവർ സംഘം എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ധൈര്യമായി അത് പറയാം. ആ മൂവർ സംഘം ഒരുമിച്ചുകൂടി കോഴിക്കോട് ലോഡ്ജിൽ റൂം എടുത്ത് അവർ തയ്യാറാക്കി, അവർ തന്നെ അച്ചടിക്കാൻ ഏൽപ്പിച്ച്, അവർ തന്നെ വിതരണവും ഏൽപ്പിച്ച ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം. 2012 ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ജനുവരിയിൽ 2001 പുളിക്കൽ ജാമിയ സലഫിയിൽ ചേർന്ന ദൗറയിൽ വെച്ച് ആ ദൗറയിലെ ഉത്തരവാദപ്പെട്ട മെമ്പർ അന്ന് പറഞ്ഞു, ഒരു പുസ്തകം ഇറങ്ങുന്നു എന്ന് കേട്ടു. അത് ഇറങ്ങും മുമ്പ് ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക്, ദൗറയിലെ മെമ്പർമാർക്ക് അതൊന്ന് വായിക്കാൻ കൊടുക്കണം. കാരണം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വല്ല അബദ്ധമുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ മാസം ജാമിയ സലഫിയയിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടുന്ന ഒരു സമിതിയുണ്ട്, അതാണ് ദൗറ ടീം. ആ ദൗറ ടീമിനെങ്കിലും നൽകുക, അവരൊന്ന് വായിക്കട്ടെ, അവർക്ക് വല്ല അഭിപ്രായങ്ങളുമുണ്ടെങ്കിൽ അതും കൂടെ ഉൾക്കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ KJUവിന്റെ സെക്രട്ടറി ബഹുമാനിയായ എം മുഹമ്മദ് മദനി അദ്ദേഹം പറഞ്ഞത് അത് പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ പുസ്തകം ഇറങ്ങുന്നു, കേൾക്കുന്നു, ഉണ്ടെങ്കിൽ ഇറങ്ങും മുമ്പ് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് വായിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ സെക്രട്ടറിയുടെ വിശദീകരണം അത് പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞു. ആ പുസ്തകം എഴുത്തും കഴിഞ്ഞിട്ടുണ്ട്, പരിശോധനയും കഴിഞ്ഞിട്ടുണ്ട്, പ്രസ്സിൽ അച്ചടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ചേരേമ്പ്ര പ്രോഗ്രാമില് ഇതിനെ കെട്ടുമായി വരുന്നതാണ്. ഇത് പ്രകാശനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹുസൈൻ സലഫി പോലും യഥാർത്ഥത്തിൽ അവിടെ വെച്ചാണ് ആ വേദിയിൽ പ്രകാശനമുണ്ട് എന്ന കാര്യം അറിയുന്നത്. എന്താണ് സത്യം? അദ്ദേഹത്തോട് പോലും ആദ്യം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തോട് പോലും ആദ്യം വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങളെ പ്രോഗ്രാമില് ഇങ്ങനെ പുസ്തക പ്രകാശനം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റേജിൽ വന്ന് ഇരിക്കുമ്പോഴാ ഈ പുസ്തകവുമായി കടന്നു വരുന്നത്. അന്ന് ഞാനുമുണ്ട് സ്റ്റേജില്. ഹുസൈൻ സലഫി എന്നോട് ചോദിച്ചു, അല്ല എന്താ ഈ പുസ്തകം, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്നോട് പ്രകാശനം ചെയ്യണമെന്നാ പറയുന്നത്, പക്ഷെ ഞാൻ വായിക്കാത്തൊരു ബുക്ക് ഞാൻ എങ്ങനെ പ്രകാശനം ചെയ്യാം? അങ്ങനെ അദ്ദേഹം പ്രകാശനം ചെയ്യാൻ തയ്യാറായില്ല. ഹുസൈൻ സലഫി പ്രകാശനം ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ടാണ് എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് കൂടി അവിടുന്ന് ഒരു ഔദ്യോഗിക പ്രകാശനം എന്നൊക്കെ പറഞ്ഞ് അവിടെ നൽകിയിട്ട് സ്റ്റേജിലുള്ള എല്ലാവർക്കും അപ്പൊ തന്നെ കോപ്പിയും കൊടുത്തു. അതിന് കോപ്പികൾ അവിടെ പുറത്ത് വിൽപ്പനക്കും അപ്പോഴേക്ക് ലഭ്യമായിരുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഇറങ്ങുന്നത്. അല്ലാതെ ഇത് KJUവിന്റെ ബുക്കല്ല, ഇത് KJUവിന്റെ ഒരു ബോഡിയിലും ചർച്ച ചെയ്തിറങ്ങിയ പുസ്തകമല്ല. സാധാരണ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും ചർച്ച ചെയ്യുവാനും അതിൽ ഇൽമിയായ ഒരു നിലപാടെന്താണ് എന്ന് കണ്ടെത്തുവാനുമായിട്ടാണ് ദൗറ ടീം ഉള്ളത്. അതൊരു പക്ഷേ മെമ്പർഷിപ്പ് ഉള്ളവരും ചേർത്തൊക്കെ ഉണ്ടാകാം. ദൗറ ടീമിൽ സാധാരണ ഇത്തരം മേഖലയിലുള്ള ദഅ്വ രംഗത്തുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിയുന്ന, അതിൽ നിന്ന് വിഷയങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുടെ ടീമാണ് ദൗറ ടീം. അപ്പൊ ഓരോ മാസം യോഗം ചേരും, വല്ല വിഷയക്കണ്ണി അവതരിപ്പിക്കും. അവരതൊക്കെ വായിച്ച് പഠിച്ച് ജാമിയ സലഫിന്റെ ലൈബ്രറി കൂടി കിതാബൊക്കെ പഠിച്ചു നോക്കി അതിന്റെ ഒരു ഹാസിന് ആകത്തുക കണ്ടെത്തി അത് വേണമെങ്കിൽ എഴുതി തയ്യാറാക്കി KJUവിൽ സമർപ്പിച്ചിട്ടാണ് സാധാരണ ആ വിഷയത്തിന് ഒരു നയം രൂപപ്പെട്ടു വരാറുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ അതുണ്ടായില്ല. ഈ ടീമിന് ഒരു കോപ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അതിനും പറ്റൂല. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞത് KJUവിന്റെ പേജിൽ പുറത്തിറങ്ങിയ പുസ്തകം എന്ന് പറഞ്ഞത്. KJUവിന്റെ പേരില പുറത്തിറങ്ങിയത്. പക്ഷെ ഞാൻ ന്യായമായി സംശയിക്കുന്നു, ഇതിന് ആമുഖം എഴുതിയ MM മദനി, ഇതിന് ആമുഖം എഴുതിയ MM മദനി, ആ MM മദനിയുടെ പേരിൽ ഉള്ള ഈ ആമുഖം അതുപോലും MM മദനി എഴുതിയതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും MM മദനിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ പ്രയോഗമൊക്കെ നമുക്ക് കുറെ പരിചയമുണ്ടല്ലോ. ഇത് വായിച്ചറിയാം MM മദനിയുടെ ഒരു ശൈലി ഈ ആമുഖത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അതുപോലും ഈ ആമുഖം പോലും ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ പുസ്തകം കാണുമ്പോഴായിരിക്കാം, കിട്ടുമ്പോഴായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം പോലും ഇത് അറിഞ്ഞത് എന്നതായിരിക്കാം. സത്യം അല്ലാഹു അഅലം. മാത്രമല്ല ഹനീഫ് കായ്ക്കൊടി പുളിക്കൽ വെച്ച് തന്നെ പറഞ്ഞല്ലോ ആ ബുക്ക് എഴുതി ഞാനാണെന്നുള്ളത്. ഈ ബുക്ക് എഴുതിയത് അദ്ദേഹമാണെന്ന് അദ്ദേഹം പുളിക്കൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ആ മൂവർ സംഘത്തിന്റെ ബുക്ക് അത് എത്രപ്പോഴും സീലൊക്കെ അന്ന് തന്നെ ഒരു കയ്യിലായതുകൊണ്ട് KJUവിന്റെ പേരിൽ അത് അച്ചടിക്കുവാനും വിതരണം ചെയ്യുവാനും അങ്ങനെ സംഘടിപ്പിച്ച വേദി കൊണ്ടുവന്ന് പ്രകാശനം ചെയ്യിക്കുവാനും KJUവിന്റെ ഒരു ലേബൽ അതിൽ ഉണ്ടാക്കിയെടുക്കുവാനും അവർക്ക് പ്രയാസം ഉണ്ടായില്ല എന്ന് മാത്രം.
എന്നിട്ടാണ് പുറത്തിറങ്ങിയപ്പോ ഏതായാലും എന്താ ചെയ്യാ, ഒരുപാട് അബദ്ധങ്ങൾ. അന്ന് ഈ അബദ്ധങ്ങളെല്ലാം ക്രോഡീകരിച്ച് അതൊരു പ്രബന്ധ രൂപത്തിലാക്കി അത് KJV സമർപ്പിക്കാൻ വേണ്ടി KJV മെമ്പർമാരെ കൊണ്ട് ഒപ്പിടിക്കാൻ നടന്നു. അന്ന് ബഹുമാനായ ഹുസൈൻ സലഫി മലപ്പുറത്ത് കോട്ടപ്പടിയിലെ നമ്മുടെ സലഫി മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തെയും ചെന്ന് കണ്ടു ഒരു ഒപ്പിടാൻ വേണ്ടി. അന്ന് ഹുസൈൻ സലഫിയുടെ കൂടെ ഞാനുണ്ട്. ഒപ്പിടിക്കാമെന്ന ആളോട് ഹുസൈൻ സലഫി പറഞ്ഞ വാചകം എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 40 അല്ല 400 ആൾ ഒപ്പിട്ട് കൊടുത്താലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂല. അവിടെ നിങ്ങൾ ഈ ഒപ്പിട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കത്തങ്ങ് വേസ്റ്റ് ബോക്സിലേക്ക് ഇടും. എന്നിട്ട് ഒപ്പിട്ടത് ആരൊക്കെ നോക്കും, ആരൊക്കെ ഒപ്പിട്ടത്. അപ്പൊ 40 ആളെ പേര് ഒന്നിച്ചു കിട്ടി. ഈ 40 ആളാ കുഴപ്പക്കാർ എന്ന് മനസ്സിലാക്കി വെക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുസ്ഹഫ് കൊടുത്തിട്ട് ഇതാ ഈ മുസ്ഹഫ് പ്രകാരം നമുക്ക് തീരുമാനമാക്കാം എന്ന് പറഞ്ഞാലും പറയുന്നവൻ ആരാ നോക്കുള്ളൂ, അല്ലാതെ പറഞ്ഞത് എന്ത് നോക്കൂല. അതുകൊണ്ട് ഈ കത്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മൾ നമ്മളെ പണിയുമായി മുന്നോട്ട് പോവുക എന്നാണ് അന്ന് ഹുസൈൻ സലഫി പറഞ്ഞത്. അതാ പിന്നെ സംഭവിച്ചത്. 38 ആൾ ഒപ്പിട്ട് കൊണ്ടുപോയി സമർപ്പിച്ചു. പക്ഷേ ഹംസ ബാക്കവി എറണാകുളത്ത് പ്രസംഗിച്ചു. 38 പോത്തുകൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട്, അതിൽ ഒരു പോത്ത് എന്റേതാണ്. മൂപ്പരമോനെ പറ്റി അദ്ദേഹം തന്നെ മറ്റൊരു പേര് പറഞ്ഞു, 38 വിഡ്ഢികൾ ഒരു എഴുത്തുമായി വന്നിട്ടുണ്ട്. പ്രതികരണമുണ്ടായില്ല. രണ്ടാമത്തെ എഴുത്ത് കൊടുത്തു, 60-ലേറെ ആളുകൾ ഒപ്പിട്ടുകൊണ്ട് രണ്ടാമത്തെ എഴുത്ത് കൊടുത്തു. KJV മെമ്പർഷിപ്പുള്ള 60-ലേറെ പ്രബോധകന്മാർ ഒപ്പിട്ട് രണ്ടാമത്തെ എഴുത്ത് കൊടുത്തു. അതിനും പ്രതികരണമില്ല. മൂന്നാമത്തെ എഴുത്ത് കൊടുത്തു, ഇത് ചർച്ച വേണം, ചർച്ചയ്ക്ക് ഞങ്ങളെയും വിളിക്കണം എന്ന് പറഞ്ഞ എഴുത്ത് കൊടുത്തു. അന്ന് നവംബർ മാസത്തിലാണ് 2012. MMതിന് ചോദിച്ചു, നിങ്ങളെ ഫോൺ ചെയ്താൽ വരൂലേ, കത്തയക്കാൻ സമയം ഉണ്ടാവൂല, അതുകൊണ്ട് ഫോൺ ചെയ്താൽ നിങ്ങൾ വരൂലേ ചോദിച്ചു. വരാം, തീർച്ചയായും വരാം. അദ്ദേഹം ശരി, നമുക്ക് അടുത്ത ദിവസം തന്നെ കൂടണം. അപ്പൊ പോയാൾ ചോദിച്ചല്ല, ഇതിപ്പോ നവംബർ, അടുത്ത മാസം സമ്മേളനമാണ്, ഈ സമ്മേളനത്തെ തിരക്കിനിടയിൽ ഇനിയിപ്പോ കൂടാൻ കഴിയോ, എന്നാലും ഒന്നാകെ കൂടാ, പിന്നെ നമുക്ക് സമ്മേളനം കഴിഞ്ഞിട്ട് വിശദമായി കൂടാം. പക്ഷെ ആ കൂടുതലുണ്ടായില്ല. 2012 ഫെബ്രുവരിയിൽ ആ മാസാന്ത വൈജ്ഞാനിക ചർച്ചക്കുള്ള ദൗറ 2012 ഫെബ്രുവരിയിൽ നിർത്തിവെച്ചിട്ട് ഇന്നേ വരെ പിന്നെ ദൗറയുണ്ടായില്ല. 2012 ഫെബ്രുവരിയിൽ 2013 12 ഫെബ്രുവരിയിലാണ് അവസാനമായി ആ ദൗറ നടന്നത്. 1.5 കൊല്ലം കഴിഞ്ഞു, പിന്നെ ദൗറല്ല. സമ്മേളനത്തിന് 2 ആഴ്ച മുമ്പ് കോഴിക്കോട് സംഘടിപ്പിച്ച പ്രചാരണ പരിപാടിയിൽ പ്രഭാഷണം നിർവഹിക്കാൻ ഞാനാണ്, ഉദ്ഘാടനം MMതിനെയാണ്. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ സ്വാഗതം മടക്കുകയാണ്. രണ്ടുപേരും അടുത്തടുത്ത കസേരയിലിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ദൗറ നിർത്തിയതാണ് പ്രശ്നങ്ങൾ ഇത്ര വഷളാകാൻ കാരണം. അതുകൊണ്ട് നമുക്ക് ആ ദൗറ എത്രയും പെട്ടെന്ന് പുനഃസംഘടിപ്പിക്കണം. അദ്ദേഹം എന്തായാലും തുടങ്ങണം, സമ്മേളനം കഴിയട്ടെ, എന്തായാലും നമുക്ക് തുടങ്ങണം, എന്നാ എല്ലാ പ്രശ്നവും തീരുന്ന. സമ്മേളനം കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞു, അടുത്ത ഡിസംബർ വരാനായി, ഇന്ന് ഇവരുണ്ടായില്ല. അപ്പൊ യഥാർത്ഥത്തിന് KJVന്റെ പേര് പറയുന്നുവെന്നല്ലാതെ അന്നത്തെ KJVന്റെ മെമ്പർഷിപ്പ് എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് മെമ്പർഷിപ്പ് കുറെ മാറിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം. അന്നത്തെ KJVന്റെ കഴിഞ്ഞ വർഷത്തെ വേണ്ട 6 മാസം മുമ്പത്തെ KJVന്റെ മെമ്പർഷിപ്പ് എടുത്ത് പരിശോധിച്ചാൽ ആ മെമ്പർമാരെ കംപ്ലീറ്റ് വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചയെങ്കിലും നടത്താൻ എന്തേ ധൈര്യമില്ലാതെ പോയത്? അവർക്കറിയാം, വിളിച്ചു വരുത്തിയ എന്തായിരുന്നാലും ഈ പറയുന്ന ഊക്കുന്നവരുണ്ടാവൂല. അതുകൊണ്ടല്ലേ പ്രത്യേകിച്ച് നിർദ്ദേശമോ പ്രത്യേകിച്ച് സംഘാടനമോ ഒരു കൂട്ടായ്മയോ ഒന്നും രൂപപ്പെട്ടു വരുന്നതിന് മുമ്പേ തന്നെ ദാഴിമാരെല്ലാരും ഒരേ ഭാഗത്തേക്ക് വന്നല്ലോ. ആരെങ്കിലും പോയി കണ്ടു പറഞ്ഞതാ? എല്ലാരും ചെന്ന് കണ്ടിട്ട് നമ്മളൊക്കെ അവിടെ നിൽക്കുക ഇത് തീരുമാനിച്ചതാണോ? അല്ല. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അവർ പുതിയ വാദങ്ങളുമായി വന്നുവെന്നും സാക്ഷാൽ ഖുറാഫികളെ തൗഹീദെന്തോ ആ തൗഹീദ് ഏറ്റെടുക്കുന്നിടത്തേക്ക് ഈ ബഹുമാന്യരായ ആളുകൾ പോലും വഴിമാറിയെന്നും തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാരും അവർക്കെതിരായി നിന്നു എന്ന് മാത്രം. അല്ല, ആരും ആരെയും പോയി കണ്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നത്, നമ്മളൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് നിർത്തിയതല്ല. കാരണം അങ്ങനെ ഒപ്പം നിർത്താൻ ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? ഇപ്പോഴും ഒരു സംഘടനാ സംവിധാനമോ ഒരു ബദൽ തൽക്കാലം നെറ്റപ്പെടുമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഒരു താൽക്കാലം നെറ്റപ്പോയിണ്ടല്ലോ, മറ്റു തിരിച്ചു കിട്ടുന്നവരെങ്കിലും ഉപയോഗിക്കാന്നുള്ളേക്ക് ഒരു തൽക്കാലം 10 ലീഫെങ്കിലും അടിച്ചിട്ട് ഇല്ല, അതുണ്ടാക്കിയിട്ടില്ല.
ഒരു സീലും ഉണ്ടാക്കിയിട്ടില്ല. കാരണം സീല് വെക്കണമെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞെങ്കിൽ അങ്ങനെ സംഗതി ഉണ്ടെങ്കിൽ അല്ലേ. മറ്റത് കിട്ടുന്നവരെ തൽക്കാലം റബ്ബർ സീല് ഇല്ല, അതുണ്ടാക്കിയിട്ടില്ല. എന്നിട്ടും എന്തേ ഇത്ര ജനങ്ങൾ കൂടി, എന്തേ ദാഴിമാർ കംപ്ലീറ്റ് ഒരു ഭാഗത്ത് നിന്നു? ഈ വിഷയത്തിൽ തീർച്ചയായും ഒരു ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട് ഏതാനും ആളുകൾ രംഗത്തിറങ്ങി അവർ നശിപ്പിക്കുകയാണ് എന്ന് ബോധ്യമായപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ബാധ്യത നിർവഹിക്കാനായി മുന്നോട്ട് വന്നു എന്ന് മാത്രം, വേറൊന്നുമില്ല. അതുകൊണ്ട് ഇത് KJ-ന്റെ പേരിൽ ഇറങ്ങി ഇത് പറയാനല്ലാതെ KJ-യും ഈ പുസ്തകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. KJ-യുടെ ഒരു മീറ്റിംഗിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. തുടങ്ങിയപ്പോൾ തന്നെ മെമ്പർമാരെല്ലാവരും ആവശ്യപ്പെട്ടു അതിൻ്റെ കോപ്പി കിട്ടണം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് മദനി പറഞ്ഞു, അദ്ദേഹം സുഖമില്ലാതെ കിടക്കുന്നു, അള്ളാഹുവേ ശിഫ നൽകുമാറാകണേ, എല്ലാവർക്കും കോപ്പി തരും. അപ്പോൾ നമ്മൾ ആരും പ്രത്യേകം നോട്ട് ചെയ്തില്ല. കുറച്ചു ദിവസം കഴിഞ്ഞു, ഞാൻ വിളിച്ചു മുഹമ്മദ് മദനി, എല്ലാവർക്കും കോപ്പി കൊടുക്കാന്ന് പറഞ്ഞതാണ്, കിട്ടണം, അതിൽ ഒരുപാട് നമുക്ക് നിരൂപണം നടത്തി കുറിപ്പ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സലഫിയെ വിളിക്കാൻ. സലഫിയെ വിളിച്ചപ്പോൾ പറഞ്ഞു കോപ്പിയൊന്നും ആർക്കും കൊടുക്കുന്നില്ല, അന്ന് ഞാൻ വായിച്ചതാണല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി തന്നളാം പറഞ്ഞു. കുറെ ദിവസമായതല്ലേ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല, മാത്രമല്ല കുറിച്ചു വെച്ചിട്ടില്ല, കാരണം കോപ്പി തരാമെന്ന് പറഞ്ഞതാണ്. ഇതാണ് അന്ന് സംഭവിച്ചത്. ഏതായാലും ഇതിൽ ഒരു സത്യം ഉണ്ട്. 19ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇത് ആരോപണമാണ്, ആ ഭാഗം സത്യമാണ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഫീദ്, വീട് ബാലുശ്ശേരിയാണ്. ഇവിടെ റുക്യ ശറിയ എന്ന് പറഞ്ഞാൽ കേവലം അതൊരു ദുആ മാത്രമാണ്, അല്ലാതെ ഒരു ജിന്ന് ഇറക്കൽ ചികിത്സാ രീതിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വസ്തുത എന്ന് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. റുഖിയ ശർഇയ്യ വിഷയം ബഹുമാനായ താജുദ്ദീൻ സ്വലാഹി വിശദീകരിച്ചു വിശാവദത്തിന്റെ അവസാനത്തിൽ. കുറച്ചു കാലങ്ങളായി പ്രചരിപ്പിക്കപ്പെട്ടൊരു പ്രചാരണമാണ് റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ അതൊരു രോഗശമന പ്രാർത്ഥന മാത്രമാണ്, അല്ലാത്ത വേറൊന്നുമില്ല എന്നുള്ള ചില പ്രചാരണങ്ങൾ അടുത്തിടെയായി നമ്മൾ കേൾക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നതും ഈ